100+ ആണ് യു ഡി എഫ്. യു ഡി എഫ് 100+. എഴുതി വെച്ചോ, 100+. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തും എന്നാണ് ഭൂരിപക്ഷം പ്രവചനങ്ങൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും മുഴുവൻ ചർച്ചയും ആരാകും യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി എന്നാണ്. 100 സീറ്റിന് മുകളിൽ നേടി അധികാരത്തിലെത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ അവകാശവാദം. കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അങ്ങനെ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് യു ഡി എഫിന് അനുകൂലമായ തരംഗമായി മാറുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നോ ഇല്ലെന്നോ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാതെ പറയാൻ കഴിയില്ല. 90 സീറ്റിന് മുകളിൽ നേടി യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമായി കാണാൻ കഴിയും. എന്നാൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ നേരിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അത് ഭരണവിരുദ്ധ വികാരമാണെന്നോ യു ഡി എഫ് അനുകൂല തരംഗമാണെന്നോ പറയാൻ കഴിയുകയുമില്ല. കേവല ഭൂരിപക്ഷത്തിനേക്കാൾ 2 സീറ്റിന് മാത്രമാണ് 2011 യു ഡി എഫ് ജയിച്ചത്. 2016 കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടായ സാഹചര്യത്തിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ എൽ ഡി എഫിന് പ്രവചിച്ചത് 70 മുതൽ 85 സീറ്റ് വരെയായിരുന്നു. എന്നാൽ 90-ലധികം സീറ്റുമായി എൽ ഡി എഫ് അധികാരത്തിലെത്തുകയും ചെയ്തു. 100-ലധികം സീറ്റുമായി അധികാരത്തിൽ എത്തുമെന്ന വി ഡി സതീശൻ്റെ അവകാശവാദം എത്രമാത്രം വിശ്വസനീയമാണ്? ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും അത്തരം വിജയം നേടാൻ യു ഡി എഫിന് കഴിയുമോ? എങ്കിൽ ഏത് ജില്ലയിലെ മുന്നേറ്റമായിരിക്കും യു ഡി എഫിനെ അതിന് സഹായിക്കുക? യു ഡി എഫിന് വൻ വിജയം നേടണമെങ്കിൽ കോൺഗ്രസിന് സീറ്റ് വലിയ തോതിൽ കൂടണം. യു ഡി എഫിൽ ഏറ്റവും കുറവ് സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 93 സീറ്റിൽ 22 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത്. 2016 മത്സരിച്ച 87 പേരിൽ 21 പേർ മാത്രമാണ് വിജയിച്ചത്. അപ്പോൾ കോൺഗ്രസിന് കൂടുതലായി ലഭിക്കുന്ന സീറ്റുകളാണ് യു ഡി എഫിന് വിജയം നൽകുക എന്ന് വ്യക്തം. ഏത് ജില്ലകളിലാവും കോൺഗ്രസ് സീറ്റ് വർദ്ധിപ്പിക്കുക? 4 നൂറ്റാണ്ടായി കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട്. അവിടെ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തും എന്നാണ് യു ഡി എഫിൻ്റെ ആത്മവിശ്വാസം. നാദാപുരം, കൊയിലാണ്ടി സീറ്റുകൾ ജയിക്കും എന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ കൈവിട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ 1 സീറ്റും കൊല്ലത്ത് 2 സീറ്റും ലഭിച്ചപ്പോൾ ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒറ്റ സീറ്റും കോൺഗ്രസിനുണ്ടായിരുന്നില്ല. തെക്കൻ ജില്ലകളിൽ ഉണ്ടാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ മുന്നേറ്റം, കോഴിക്കോട് ജില്ലയിലെ തിരിച്ചുവരവ്, ഈ 2 കാര്യങ്ങൾ കൊണ്ട് 100 സീറ്റ് കടക്കാനാകുമോ യു ഡി എഫിന്? ഇല്ല. വി ഡി സതീശൻ അവകാശപ്പെടുന്നത് പോലെ യു ഡി എഫ് 100 കടക്കണമെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ട ഒരു ജില്ലയുണ്ട്. അത് തൃശ്ശൂരാണ്. എന്താണ് തൃശ്ശൂരിന് ഇത്ര പ്രത്യേകത? രാഷ്ട്രീയ കേരളത്തിൽ 20 വർഷം മുമ്പ് വരെ ഒരു ചൊല്ലുണ്ടായിരുന്നു: തൃശ്ശൂർ ആര് പിടിക്കുന്നോ അവർ കേരളം ഭരിക്കും. കരുണാകരൻ്റെ തട്ടകമായ തൃശ്ശൂരിൽ അതിൻ്റെ പ്രഭാവം ജില്ലയൊട്ടാകെ നീളിച്ചിരുന്നു. 2001 100 സീറ്റുമായി യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ 14-ൽ 12 സീറ്റിലും യു ഡി എഫാണ് ജയിച്ചത്. ശക്തമായ സംഘടനാ സംവിധാനം, ശക്തമായ നേതൃത്വം, ഇതൊക്കെയാണ് ഈ വിജയത്തിന് കോൺഗ്രസിനെ സഹായിച്ചത്. കരുണാകരനും മകൻ മുരളീധരനും കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയതോടെ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ദുർബലമായി, നേതൃനിരയും അപ്രത്യക്ഷമായി. പോയവർ പലരും തിരികെ എത്തിയെങ്കിലും അണികളും വോട്ടർമാരും തിരികെ എത്താത്തത് കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചു. 2008 അസംബ്ലി മണ്ഡല പുനർനിർണയം തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം കൂടിയാണ് മാറ്റിവരച്ചത്. മണ്ഡല പുനർനിർണയത്തിൽ കരുണാകരൻ്റെ മണ്ഡലമായി അറിയപ്പെട്ട മാള ഇല്ലാതായി. ചേർപ്പ്, കൊടകര സീറ്റുകളും ഇതിൻ്റെ കൂടെ ഇല്ലാതായി. പുതുതായി കയ്പമംഗലം, പുതുക്കാട് എന്നീ മണ്ഡലങ്ങളുണ്ടായി. മുമ്പ് ചേലക്കര മാത്രമായിരുന്നു പട്ടികജാതി സംവരണ മണ്ഡലമെങ്കിൽ ആ പട്ടികയിൽ നാട്ടിക കൂടി വന്നു. വളരെ കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു തൃശ്ശൂരിലെ മണ്ഡല പുനർനിർണയം. ചേലക്കര, ഒല്ലൂർ മണ്ഡലങ്ങൾ മാത്രമാണ് അതിരുകൾ മാറ്റി വരയ്ക്കാതെ വെറുതെ വിട്ടത്. കുന്നംകുളം മണ്ഡലത്തിൽ അടാട്ട്, അവനൂർ, കൈപ്പറമ്പ് എന്നീ പഞ്ചായത്തുകൾ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ലയിപ്പിച്ചു. ചൂണ്ടൽ, കണ്ടാണശ്ശേരി പഞ്ചായത്തുകൾ മണലൂരിലാക്കി. വടക്കാഞ്ചേരിയിൽ നിന്ന് എരുമപ്പെട്ടി, കടങ്കോട്, കടവല്ലൂർ, കട്ടക്കമ്പാൽ, വേലൂർ പഞ്ചായത്തുകൾ കുന്നംകുളത്തേക്ക് മാറ്റി. ഇത്രയധികം പഞ്ചായത്തുകൾ എടുത്തു മാറ്റി പുതിയവ കൊണ്ടുവരുന്ന രീതി ഇംഗ്ലീഷിൽ ജെറി മാൻഡറിംഗ് എന്ന് പറയുന്ന പ്രക്രിയയാണ് എന്ന് വ്യക്തമാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അതിർത്തി മാറ്റി വരയ്ക്കൽ. കുന്നംകുളത്ത് നിന്ന് 4 പഞ്ചായത്തുകൾ വടക്കാഞ്ചേരിക്ക് ലഭിച്ചപ്പോൾ കോലഴി, മുളങ്കുന്നത്തുകാവ് പഞ്ചായത്തുകൾ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് വടക്കാഞ്ചേരിക്ക് കിട്ടി. നാട്ടികയിൽ നിന്ന് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഗുരുവായൂരിലേക്ക് ചേർത്തു. കുന്നംകുളത്ത് നിന്ന് ലഭിച്ച 2 പഞ്ചായത്തുകൾ കൂടാതെ നാട്ടികയിൽ നിന്ന് വാടാനപ്പള്ളി പഞ്ചായത്ത് മണലൂരിലേക്ക് ചേർത്തു. അന്തിക്കാട് പഞ്ചായത്ത് നാട്ടികയിൽ ചേർത്തു. തൃശ്ശൂർ മണ്ഡലം പൂർണ്ണമായും കോർപ്പറേഷൻ പരിധിയുള്ള മണ്ഡലമാക്കി. പഴയ ചേർപ്പ് മണ്ഡലം നാട്ടികയാക്കി മാറ്റിയപ്പോൾ ആ മണ്ഡലത്തിൻ്റെ ഘടന അപ്പാടെ മാറി. എടത്തിരുത്തിയും കയ്പമംഗലവും കയ്പമംഗലം മണ്ഡലത്തിലായി. വാടാനപ്പള്ളി മണലൂരിന് കൊടുത്തപ്പോൾ ഏങ്ങണ്ടിയൂർ ഗുരുവായൂരിന് കൊടുത്തു. പഴയ ചേർപ്പ് മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകൾ മാത്രം നിലനിർത്തി മണലൂരിൽ നിന്ന് അന്തിക്കാട് നാട്ടികയ്ക്കും കൊടുത്തു.
ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ആളൂർ പഞ്ചായത്ത് മാളയിൽ നിന്നെടുത്തു. പറപ്പൂക്കര പുതുക്കാടിന് കൊടുത്തു. പുതുതായി രൂപീകരിച്ച പുതുക്കാട് മണ്ഡലത്തിൽ ഇല്ലാതായ ചേർപ്പ് മണ്ഡലത്തിൽ നിന്ന് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തും ഇരിങ്ങാലക്കുടയിൽ നിന്ന് പറപ്പൂക്കരയും ഇല്ലാതായ കൊടകരയിൽ നിന്ന് 6 പഞ്ചായത്തുകളും ചേർത്തു. മാളമണ്ഡലം ഇല്ലാതായപ്പോൾ അതിൽ നിന്ന് 6 മണ്ഡലങ്ങൾ കൊടുങ്ങല്ലൂരിൽ ചേർത്തപ്പോൾ നേരത്തെ കൊടുങ്ങല്ലൂരിലുണ്ടായിരുന്ന 5 എണ്ണം കയ്പമംഗലത്തിന് കൊടുത്തു. ചാലക്കുടിയിലേക്ക് പഴയ കൊടകര മണ്ഡലത്തിലെ കൊടകര ഗ്രാമപഞ്ചായത്ത് കൂടിച്ചേർത്തു. ഭരണവിരുദ്ധ വികാരത്തിനിടയിലും കോൺഗ്രസിനെയും UDF-നെയും പിന്തുണച്ച തൃശൂർ ഇതോടെ മാറിമറിയുകയായിരുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 13 സീറ്റുകളിൽ 7ലും LDF ജയിച്ചു. പുതുതായി രൂപീകരിച്ച നാട്ടികയും കയ്പമംഗലവും LDF പിടിച്ചു. മണ്ഡല പുനർനിർണയം മാത്രമാണ് LDF-ന്റെ മുന്നേറ്റത്തിന് പിന്നിലെന്ന് പൂർണ്ണമായും പറയുക സാധ്യമല്ല. 2006 തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളിലാണ് LDF വിജയിച്ചത്. കരുണാകരൻ പാർട്ടിക്കുള്ളിൽ നടത്തിയ കലാപവും 2005 DIC രൂപീകരിച്ചതും വലിയ തിരിച്ചടിയായി കോൺഗ്രസിന്. 2006 DIC UDF-മായി ധാരണയിലെത്തിയിട്ടും അതുണ്ടാക്കിയ പരിക്ക് കോൺഗ്രസിന് വിട്ടുപോയില്ല. തൃശ്ശൂരിലായിരുന്നു അതിൻ്റെ ആഘാതം ഏറ്റവും അധികം ഉണ്ടായത്. ആ ആഘാതത്തിൽ നിന്ന് പിന്നീട് കരകയറാൻ കോൺഗ്രസിനായിട്ടില്ല. 2016 വടക്കാഞ്ചേരിയിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത്, അതും കേവലം 43 വോട്ടിന്. 2021 തൃശ്ശൂർ ജില്ല പൂർണ്ണമായും UDF-നെ കൈവിടാതെ കാത്തത് ചാലക്കുടിയിൽ UDF തിരിച്ചെത്തിയതാണ്. കോൺഗ്രസ് സംസ്ഥാനത്ത് ദുർബലമായതിന് ഒരു കാരണം കരുണാകരൻ പുറത്തുപോയതാണ്. അന്ന് കരുണാകരനോടൊപ്പം പുറത്തുപോയ അണികൾ പലരും കരുണാകരൻ കോൺഗ്രസിൽ തിരിച്ചെത്തിയിട്ടും തിരിച്ചു വന്നില്ല. BJP സംസ്ഥാനത്ത് അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നത് ഇതിന് ശേഷമാണെന്ന് ഓർക്കണം. തൃശ്ശൂരിൽ BJP അതിനുശേഷം നടത്തിയ വലിയ മുന്നേറ്റവും യാദൃച്ഛികമല്ല. മണ്ഡല പുനർനിർണയം തൃശ്ശൂരിൽ മാത്രമല്ല കോൺഗ്രസിൻ്റെ വിധി മാറ്റിമറിച്ചത്. കേരളം ഒട്ടുക്കും ഈ പ്രതിഭാസമുണ്ട്. കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്കും CPM-ലേക്കും ഒഴുകിപ്പോയ നേതാക്കളും അണികളും വോട്ടർമാരും കോൺഗ്രസിനെ കൂടുതൽ കുഴപ്പത്തിലാക്കി. ഈ 2 പ്രതിസന്ധികളെയും അതിജീവിച്ച് കോൺഗ്രസ് 100 സീറ്റ് നേടണമെങ്കിൽ എന്ത് മാറ്റമാണ് സംഭവിക്കേണ്ടത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയമാണ് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തുകളിലേക്കാണ് രാഷ്ട്രീയ വോട്ടുണ്ടാവുക. അവിടെ 7-7 ആണ് LDF UDF വിജയം. ഇനി അസംബ്ലി സീറ്റുകളുടെ അത്ര വോട്ടർമാരുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ 79 UDF-ഉം 63 LDF-ഉമാണ്. എന്നാൽ UDF ഒടുവിൽ വിജയിച്ച 2011 അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 ജില്ലാ പഞ്ചായത്തുകൾ UDF വിജയിച്ചിരുന്നു. അസംബ്ലി മണ്ഡലങ്ങളോട് സാദൃശ്യമുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളിലാകട്ടെ UDF മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. 89 ബ്ലോക്ക് പഞ്ചായത്തുകളും UDF ജയിച്ചു കയറി. എന്നാൽ ഈ പ്രകടനം തൊട്ടടുത്ത വർഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ UDF-നായില്ല. 4 സീറ്റിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് അന്ന് LDF പരാജയപ്പെട്ടത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം അതേപടി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ UDF-ന് കഴിയില്ല എന്നാണ്. കാരണം ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഘടനയല്ല അസംബ്ലി മണ്ഡലങ്ങളുടേത്. UDF മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ഗ്രാമപഞ്ചായത്തുകൾ പലതും പല അസംബ്ലി മണ്ഡലങ്ങളിലായിരിക്കും. ഒരു ഉദാഹരണം, ഉമ്മൻചാണ്ടി തുടർച്ചയായി മത്സരിച്ചു പോന്ന ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പ്രതിനിധീകരിക്കുന്ന പുതുപ്പള്ളി മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളുണ്ട്. എന്നാൽ ഈ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളും പള്ളം, പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ്. പള്ളം ബ്ലോക്ക് പഞ്ചായത്തിൽ 5 പഞ്ചായത്തുകളേ ഉള്ളൂ. പാമ്പാടിയിലാകട്ടെ 8 പഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തുകളുടെ രാഷ്ട്രീയ സ്വഭാവവും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ഫലം അസംബ്ലിയിൽ ആവർത്തിക്കണമെന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും വ്യത്യസ്ത പാറ്റേണിലാണ് ഫലം നൽകുക. അപ്പോൾ മണ്ഡല പുനർനിർണയവും കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യവും മറികടന്ന് UDF 100 സീറ്റ് നേടണമെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കണം. LDF സർക്കാരിനെതിരെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടാകണം. ഇതുവഴി പരമ്പരാഗത LDF വോട്ടുകൾ പോലും UDF-ലേക്ക് പോകണം. 2, UDF പ്രത്യേകിച്ച് കോൺഗ്രസ് അതിൻ്റെ സ്വതവേയുള്ള സംഘടനാ ദൗർബല്യങ്ങൾ മറികടന്ന് സ്ഥിരമായി തോൽക്കുന്ന മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കണം. അങ്ങനെ തിരിച്ചുപിടിക്കണമെങ്കിൽ താഴെത്തട്ടിൽ വൻതോതിൽ വോട്ടുകൾ മറിക്കാൻ കഴിയണം. SIR സമയത്തെ വോട്ട് ചേർക്കൽ മുതൽ ബൂത്ത് തലത്തിലുള്ള അതിശക്തമായ പ്രവർത്തനം വരെ നടക്കണം. ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മാത്രം സതീശൻ പറയുന്നത് പോലെ UDF 100 കടക്കില്ല. രണ്ടും ഒരേ സമയം സംഭവിക്കണം.